ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇന്ത്യ US നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ അനന്തമായ സാധ്യതകളാണുള്ളതെന്നും പഠനം മുടങ്ങിയവർ തുടർ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി N. ഷംസുദ്ദീൻ. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് സ്കൂളുകളിൽ കതിര് കാർഷിക ക്ലബ് പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി ടി. സിദ്ദിഖ്. സംസ്ഥാനത്ത് കർക്കടക വാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. വിപുലമായ ഗതാഗത സംവിധാനമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സഭ തുടങ്ങിയത് മുതൽ നിരവധി തവണ നടപടികൾ തടസ്സപ്പെട്ടു. അതിനിടെ ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കേരള പുനർനാമകരണം ബില്ലും ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ബില്ലും ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ സഭയിൽ അവതരിപ്പിച്ചു. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സന്നദ്ധനാണെന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിൽ നിന്ന് പ്രതിപക്ഷം പിന്മാറണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കടലിൽ കാണാതായ കൊല്ലം സ്വദേശി ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ഒപ്പമുണ്ടായിരുന്നു. ഗൌതമിനെ കണ്ടെത്തുന്നതിനായി പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ട് സർവ്വ സംവിധാനങ്ങളും സംയോജിപ്പിച്ചുള്ള തിരച്ചിലാണ് തുടരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളെ കൂടി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കൂടി കൂടുതൽ പങ്കാളികളാക്കിക്കൊണ്ട് തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഈ രംഗത്ത് പരിചയമുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ഗൗരവമായി ഗവൺമെന്റ് ആലോചിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള ഒരു പ്രത്യേകമായ ഒരു സംവിധാനം, ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ടാക്കും. വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ വീട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി V.E. അബ്ദുൾ ഗഫൂറും സന്ദർശിച്ചു. ജോണിന്റെ കുടുംബത്തിന് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി. നിരന്തരം അപകടങ്ങൾ നടക്കുന്ന മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട വിഷയം പഠിച്ച് ശാശ്വത പരിഹാരം കാണുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി സ്കൂളുകളിൽ കതിര് കാർഷിക ക്ലബ് പദ്ധതി ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി ടി. സിദ്ദിഖ്. കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി സംസ്ഥാന കോൺക്ലേവ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൃഷിയിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് നൽകുന്ന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ അനന്തമായ സാധ്യതകളാണുള്ളതെന്നും പഠനം മുടങ്ങിയവർ തുടർ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി N. ഷംസുദ്ദീൻ. ഇടുക്കി ജില്ലയിലെ തുല്യതാ കോഴ്സുകളുടെ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുടർ പഠനത്തിന് സാക്ഷരതാ മിഷന്റെ 4ാം തരം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള തുല്യതാ കോഴ്സുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ US നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ തുടക്കമായി. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ മേഖലയിൽ ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ തമ്മിലുള്ള സഹകരണവും പരസ്പര പ്രവർത്തനക്ഷമതയും കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് അഭ്യാസത്തിന്റെ ലക്ഷ്യം. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ LP UP വിഭാഗങ്ങളിൽ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയിലേക്ക് വിദ്യാലയങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള സ്കൂളുകൾ ഓഗസ്റ്റ് 13-നകം കൈറ്റ് ജില്ലാ ഓഫീസിൽ ഇമെയിൽ മുഖേന അപേക്ഷ നൽകണം. വിശദാംശങ്ങൾ www.kite.kerala.gov.in വെബ്സൈറ്റിൽ ലഭ്യമാണ്. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന് തുടക്കമായി. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്ത് കർക്കടക വാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങളുണ്ടായിരിക്കും. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കടക വാവ് ബലിതർപ്പണം ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് തുടങ്ങും. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം, കടപ്പുറം എന്നിവിടങ്ങളിലും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാവ് ബലിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:15-നും 11:30-നും സർവീസ് ഉണ്ടായിരിക്കും. KSRTCയും വിപുലമായ ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ കർക്കടക വാവ് ബലിതർപ്പണത്തിനായി എത്തുന്ന ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ബുധനാഴ്ച പുലർച്ചെ മുതൽ നടക്കുന്ന ബലിതർപ്പണത്തിനായി മുൻവർഷങ്ങളെക്കാൾ കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി. നഹീമ. ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ശക്തമായ മഴയിൽ മണപ്പുറത്ത് വെള്ളം കയറിയിരുന്നു. എന്നാൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ മഴ മാറി നിന്നതിനാൽ പ്രതീക്ഷയിലാണ് എല്ലാവരും. മണപ്പുറത്ത് വെള്ളം കയറിയാൽ പാർക്കിംഗ് ഗ്രൗണ്ടിലും ആൽത്തറ ഭാഗത്തും റോഡിലുമായിരിക്കും കർമ്മങ്ങൾ നടത്തുക. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചെളി കയറിക്കിടുന്ന ശിവക്ഷേത്രത്തിനു ചുറ്റുമുള്ള ഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ. പന്തൽ നിർമ്മാണം ഉൾപ്പെടെ അന്തിമഘട്ടത്തിലാണെന്ന് ആലുവ മഹാദേവ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വ്യക്തമാക്കി. 400ഓളം പോലീസുകാരെയാണ് സുരക്ഷയുടെ ഭാഗമായി വിന്യസിക്കുന്നത്. ബലിതർപ്പണത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോയും KSRTCയും അധിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വാവ് ബലിയോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരങ്ങളിലും കടവുകളിലും കടൽ തീരങ്ങളിലും നടക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഹരിതചട്ടം കർശനമാക്കി ശുചിത്വ മിഷൻ. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരമാവധി ഒഴിവാക്കി പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആറന്മുള പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ദേവസങ്കീർത്തന സോപാനം വഞ്ചിപ്പാട്ട് മത്സരം 2026 3 ദിനങ്ങൾ പിന്നിട്ടു. ഓഗസ്റ്റ് 23-നാണ് സമാപന സമ്മേളനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ആറന്മുള വള്ളസദ്യയുടെയും ഉത്രട്ടാതി വള്ളംകളിയുടെയും ഭാഗമായി ക്ഷേത്രസന്നിധിയിൽ വെച്ചാണ് ദേവസങ്കീർത്തനം വഞ്ചിപ്പാട്ട് മത്സരം അരങ്ങേറുന്നത്. ആറന്മുളയിലെ 52 പള്ളിയോടക്കരകളിൽ നിന്നുള്ള 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവരുടെ ടീമുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പരമ്പരാഗതമായ വഞ്ചിപ്പാട്ട് ശൈലിയും ആറന്മുളയുടെ സാംസ്കാരിക പൈതൃകവും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. വിജയികൾക്ക് 52 പവന്റെ സ്വർണത്തിലുള്ള എവർ റോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകും. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നുണ്ടെങ്കിലും മഴക്കെടുതികൾ തുടരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ത്യ US നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ അനന്തമായ സാധ്യതകളാണുള്ളതെന്നും പഠനം മുടങ്ങിയവർ തുടർ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി N. ഷംസുദ്ദീൻ. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് സ്കൂളുകളിൽ കതിര് കാർഷിക ക്ലബ് പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി T. സിദ്ദിഖ്. സംസ്ഥാനത്ത് കർക്കടക വാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. വിപുലമായ ഗതാഗത സംവിധാനമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.